ഒരുക്കിയത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് ഞങ്ങളെ ഓരോരുത്തരും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക സാഹചര്യമാണ്. 2011 11, 12, 14 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇൻഡസ്ട്രി നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഭീഷണി ഉണ്ടായി. അതായത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അന്ന് നമുക്കുണ്ടായിരുന്നു. അപ്പൊ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഗൈഡ് ലൈൻ 2016 കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 2018 കേരള സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ചിലപ്പം മീൻവെയിൽ കോൾ വന്നിട്ടുണ്ടാവും, അതായിരിക്കാം. നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ചില കമ്പനികൾ പ്രവർത്തിക്കുന്ന വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെക്കാൾ കൂടുതൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം. ഡയറക്ട് സെല്ലിംഗ് എന്ന ഡയറക്ട് സെല്ലിന്റെ ലേബലില് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ലേബലില് പ്രോഡക്റ്റിന്റെ പ്രസക്തി ഒന്നും ഇല്ലാതെ കൊണ്ട് ഹിഡൻ മണി ചെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. 2016 സെൻട്രൽ ഗൈഡ് ലൈന് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് കേന്ദ്ര സർക്കാർ അതിനെ കുറച്ചുകൂടെ ഗൗരവപൂർവ്വമായി നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ 2019 ഒരു നിയമം പാസാക്കി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെ അത് ഭേദഗതി ചെയ്തു. അതിൻ്റെ അകത്ത് മറ്റെല്ലാ ബിസിനസിനെയും പോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങിനെയും നിയമാനുസൃതമായി കൊണ്ടുവന്ന ഒരു കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ആ 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലാണ് ഇപ്പോൾ 2021 ഒരു ഡയറക്ട് സെല്ലിംഗ് റൂള് തന്നെ ഒരു ചട്ടം തന്നെ ഇവിടെ പാർലമെന്റിൽ വെയിറ്റ് ചെയ്ത് നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത്. അവിടെ അടിസ്ഥാനപരമായിട്ട് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഗൈഡ് ലൈനും ഇപ്പൊ വരാൻ പോകുന്ന പുതിയ നിയമവുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നാമത് 2014 ഉണ്ടായിരുന്ന ഒരു ഗൈഡ് ലൈനാണ്. അതിൻ്റെതായ ഒരു നിയമസാധ്യത നമുക്കറിയാം. അത് ബൈൻഡിങ് ആയിരുന്നില്ല, ഒരു ഗൈഡ് ലൈൻ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന റൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമ സംവിധാനത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അവിടെ ഡയറക്ട് സെല്ലിംഗ് റൂളിൽ വളരെ കൃത്യമായിട്ട് ഓരോ ഇതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം വളരെ ലാഘവബുദ്ധിയോട് കൂടി ഇനി ആർക്കും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് തുടങ്ങാൻ സാധിക്കുകയില്ല. ഏറ്റവും കാതലായ ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഗൈഡ് ലൈൻ അനുസരിച്ച് കേന്ദ്ര സർക്കാരിൽ എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും അവിടെ എൻറോൾ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതാത് സംസ്ഥാന സർക്കാർ വന്ന് എൻറോൾ ചെയ്യണമായിരുന്നു. അപ്പൊ രണ്ട് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഗൈഡ് ലൈൻ പ്രവർത്തിച്ചതെങ്കിൽ ഇപ്പൊ ആക്ടിന്റെ കീഴിൽ വന്നപ്പോഴത്തേക്കും കേന്ദ്ര സർക്കാർ അത് പൂർണ്ണമായിട്ടും സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അടിസ്ഥാനപരമായ വന്നൊരു വ്യത്യാസമാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിൽ പോയി നമ്മൾ എൻറോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതാത് സംസ്ഥാനത്തുള്ള മോണിറ്ററിംഗ് മെക്കാനിസത്തിലാണ് നമ്മൾ എൻറോൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിന് ഓരോ സംസ്ഥാന സർക്കാരിനെയും ഡയറക്ട് സെല്ലിംഗ് റൂളിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മള് 2023 മാർച്ചിൽ ഒരു ഗൈഡ് ലൈൻ ഒരു മെക്കാനിസം ഇവിടെ പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷെ അതിന് കുറച്ചുകൂടെ എന്താ പറയാ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നമ്മുടെ കൺസ്യൂമർ വകുപ്പ് മന്ത്രി ശ്രീ അനിൽ സാറിന്റെ നേതൃത്വത്തിൽ നടന്ന നമ്മുടെ കമ്മീഷണറുടെ നേതൃത്വത്തിലൊരു ചർച്ച, അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ ഫീൽഡിലുള്ള ഇൻഫോർമേഷൻ കൂടെ അറിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ അതിനെ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗിൽ എല്ലാ ട്രേഡ് യൂണിയനും സജീവമായിട്ട് പങ്കെടുത്തു. ITC ഉൾപ്പെടെ എല്ലാ ട്രേഡ് യൂണിയനും അതിൻ്റെ അകത്ത് പങ്കെടുത്തു. അവിടെ നല്ല നല്ല സജഷൻസ് അവിടെ ഉണ്ടായി. ആ സജഷൻസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു രൂപവും ഭാവവും ഈ മെക്കാനിസത്തിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വന്ന എല്ലാ സജഷനും ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ നിയമം ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ അത് റിലീസിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഇപ്പൊ ബജറ്റ് സമ്മേളനം ആയതുകൊണ്ടാണ്, അത് കുറച്ച് തിരക്കേറിയ സമയം ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു എന്തായാലും ഈ 2024 നിയമസഭാ സമ്മേളനം കഴിയുന്നതോടൊപ്പം തന്നെ അതായത് മാർച്ച് മാസത്തിന് മുമ്പായിട്ട് തന്നെ ആ പുതിയ മെക്കാനിസം, സ്റ്റേറ്റ് ലെവൽ മെക്കാനിസം, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എല്ലാവരുടെയും സജഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ ഒരു വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം രൂപം കൊള്ളാൻ പോവുകയാണ്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് നോക്കുന്നുണ്ട്. വകുപ്പ് മന്ത്രി എപ്പോഴും റെഡിയാണ്. കഴിഞ്ഞ ദിവസവും അതിനെക്കുറിച്ച് അദ്ദേഹം ആരായുണ്ടായി. നിയമസഭ നടക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് മാത്രമാണ് അതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് വെയിറ്റ് ചെയ്യുന്നത്. നിയമസഭ ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് പോകും. അതിനുശേഷം വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്കുള്ള ആശങ്കകളെല്ലാം ദൂരീകരിച്ചുകൊണ്ടുള്ള ഒരു നിയമ സംവിധാനം വരികയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള, അതായത് പ്രോഡക്റ്റ് ഉള്ള കമ്പനികൾക്ക്, പ്രോഡക്റ്റ് മാത്രം പോരാ, ഇപ്പം
എല്ലാ കമ്പനികൾക്കും പ്രോഡക്റ്റ് ഉണ്ട് നമുക്കറിയാം. ആ പ്രോഡക്റ്റ് ബണ്ടിൽ ചെയ്ത് അതിൻ്റെ അകത്ത് ഹിഡൻ മണി ചെയിൻ ഓടിക്കുന്ന ധാരാളം പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി നമുക്കുണ്ടായിരുന്നു. അവയ്ക്കൊന്നും ഇനി നിലനിൽപ്പില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നല്ല പ്രോഡക്റ്റ് ഉള്ള ജെനുവിൻ പ്രൈസിംഗ് ഉള്ള കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യാത്ത കമ്പനികൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്നുള്ളത് ഞാനിവിടെ അടിവരിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെങ്ങനെ സാധിക്കും എന്നുള്ളതിൽ അതിന്റെ ആപ്ലിക്കേഷൻ എൻറോൾമെന്റ് സമയത്ത് തന്നെ കമ്പനിയെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് സ്ക്രൂട്ടിനി നടത്തിക്കൊണ്ട് ഏറ്റവും നല്ല കമ്പനികളെ മാത്രമേ നമ്മൾ കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അങ്ങനെ പ്രസിദ്ധീകരിച്ചു വരുന്ന കമ്പനികൾക്ക് മാത്രമേ കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഓരോരുത്തരും വന്ന് വായി തോന്നുന്നു അവരുടെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങൾ MLM അല്ല, ഞങ്ങൾ ഡയറക്ട് സെല്ലിംഗ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മണി ചെയിനും മറ്റ് ക്രിപ്റ്റോ കറൻസി പോലെയുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള നിയമാനുസൃതം അല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ അവരെല്ലാം ഇപ്പം അന്വേഷണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് നിരീക്ഷണത്തിലാണെന്ന് നമുക്കറിയാം. അപ്പൊ വളരെ ഒരു ക്ലീൻ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പം നമുക്ക് ചില ആശങ്കകളുണ്ട്. ഇപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന കമ്പനികൾ നിയമാനുസൃതമാണോ എന്നൊക്കെ നിങ്ങൾക്കും ചില ആശങ്കകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ പല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അത് ഗവൺമെന്റ് തന്നെ അതിനെ പരീക്ഷിച്ച് സ്ക്രൂട്ടിനിക്ക് എടുത്ത് ആപ്ലിക്കേഷനിലൂടെ ചില വിവരങ്ങൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെ പരിശോധിച്ച് കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പരിശോധിച്ച് നിലവാരത്തെ അതിന്റെ പ്രോഡക്റ്റ് ക്വാളിറ്റിയെ കുറിച്ച് പരിശോധിച്ച് അത്തരം കമ്പനികളെ ഒരു പ്രൈമ ഫേസിലി ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇനി എൻറോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ഗൈഡ് ലൈൻ അനുസരിച്ച് ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് എല്ലാം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല. എൻറോൾമെന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനൊരു സ്ക്രൂട്ടിനിക്ക് വിധേയമായി അതിനെ ഗവൺമെന്റ് തലത്തിലെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അതിനെ സ്ക്രൂട്ടിനിക്ക് വിധേയമാക്കി അത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യൂ. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വെറും പേപ്പർ കമ്പനികൾക്കൊന്നും ഇനി പ്രവർത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 44 കമ്പനി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് പകുതി കമ്പനികൾ പോലും ഒരു ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വെച്ച് തുടങ്ങുന്ന പേപ്പർ കമ്പനികളായിരുന്നു. സ്വന്തമായിട്ട് പ്രൊഡക്റ്റോ സ്വന്തമായിട്ട് ഫാക്ടറിയോ സ്വന്തമായിട്ട് ടൈപ്പ് പ്രോഡക്ട്സോ ഒന്നും ഇല്ലാത്ത പല കമ്പനികളും ഇതിന്റെ ഇടയിലൂടെ പ്രവർത്തിച്ചു വന്നിരുന്നു. അവർക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഫോമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു മിനിമം 10 ലക്ഷം രൂപ എങ്കിലും പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള ഒരു പുതിയ കമ്പനിക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ആണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റുകൾ പരിശോധിച്ച് അവർക്ക് നഷ്ടത്തിലോടെ അവരുടെ പ്രോഫിറ്റ് ഇൻസെന്റീവ്സ് ഡിസ്ബേഴ്സ്മെന്റ് എല്ലാം പരിശോധിക്കും. അത് അന്യായമായ പ്രോഫിറ്റ് കൊടുത്ത് ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നിലവാരമില്ലാത്ത പ്രോഡക്റ്റുമായി മുന്നോട്ട് വരുന്ന കമ്പനികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. അതിനനുകൂലമായ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ക്രൂട്ടിനിക്ക് വിധേയമായിട്ടാണ് നമ്മൾ ഇനി അത് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുപോലെ നേരത്തെ നമ്മുടെ നിരീക്ഷണ സമിതിയിൽ നമ്മുടെ ടാക്സസ് ഡിപ്പാർട്ട്മെന്റും നിയമ ഡിപ്പാർട്ട്മെന്റും ധനകാര്യ ഡിപ്പാർട്ട്മെന്റും കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അഡീഷണൽ ആയിട്ട് 1-2 ഡിപ്പാർട്ട്മെന്റ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒന്ന് ലീഗൽ മെട്രോളജി. നമുക്കറിയാം ലീഗൽ മെട്രോളജി എന്ന പാക്ഡ് കമ്മോഡിറ്റീസിന്റെ നിലവാരങ്ങള്, പാക്കിങ്, ലേബലിംഗ്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചെല്ലാം പരിശോധിക്കാനായിട്ട് ലീഗൽ മെട്രോളജി വിഭാഗം കൂടെ ഈ മോണിറ്ററിംഗ് മെക്കാനിസത്തിൽ അംഗമായിട്ട് വരാൻ പോവുകയാണ്. അപ്പൊ അതുപോലെ പ്രോഡക്റ്റിന്റെ എല്ലാ രീതിയിലുള്ള പ്രൈസിംഗ് മെക്കാനിസം എല്ലാം പരിശോധിക്കാനായിട്ട് കോമ്പറ്റന്റ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും ഈ അതോറിറ്റിക്ക് കീഴിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പോലീസിന്റെ വിഭാഗത്തിൽ നിന്നും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടായി. കാരണം ഏതെങ്കിലും കമ്പനികൾ നിയമാനുസൃതമല്ല മണി ചെയിൻ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉടനെ പോലീസിന് റെഫർ ചെയ്യുകയും പോലീസ് വേണ്ട രീതിയിലുള്ള PCMC ആക്ട്, ബഡ്സ് ആക്ട് എല്ലാം വളരെ എഫക്റ്റീവാണ്. നമ്മളിപ്പോ ഈ മോണിറ്ററിംഗ് മെക്കാനിസത്തിനകത്ത് പോലീസ് ബഡ്സ് ആക്ട് ഇപ്പൊ നമുക്കറിയാം കേരളത്തില് പല കമ്പനികൾക്കെതിരെയും ബഡ്സ് ആക്ടിൽ നിയമ നടപടികൾ നടന്നു കഴിഞ്ഞു. അപ്പൊ അതെല്ലാം വളരെ കൃത്യമായിട്ടും ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മോണിറ്ററിംഗ് മെക്കാനിസം ഇത്രയും ഉന്നത അധികാര സമിതിയിൽ എല്ലാം കൂടെ കൂടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കൺസ്യൂമർ അഫയേഴ്സിന്റെ ഡയറക്ട് കമ്മീഷണർക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതിനൊരു ഉപസമിതി, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആ സമിതിയിൽ ഉണ്ടാകും. അത് നിരന്തരം കൂടുന്നതായിരിക്കും. ആ സമിതിയിലെ ചെയർമാൻ കൺസ്യൂമർ അഫയേഴ്സിന്റെ സെക്രട്ടറി ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തില് സബ്ജക്ട് എക്സ്പേർട്ട്, അത്യാവശ്യം ടാക്സസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അടങ്ങുന്ന ഒരു ഉപസമിതി വളരെ സുതീക്ഷ്ണമായി എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഈ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കും. കൂടാതെ അതാത് കമ്പനികൾക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. ആ വെബ്സൈറ്റിൽ നിയമപരമായി പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം സെൽഫായിട്ട് തന്നെ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ കമ്പനി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, റിപ്പോർട്ടുകൾ, ബാലൻസ് ഷീറ്റുകൾ, GST റിട്ടേൺ ഇതെല്ലാം കൃത്യമായിട്ടും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഇനി കൺസ്യൂമർക്ക്, അതായത് ഡയറക്ട് സെല്ലേഴ്സിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറായ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റെബിലിറ്റി അറിയാനായിട്ട് സാധിക്കും. അവർ നികുതി അടയ്ക്കുന്നവരാണോ, GST റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണോ, അതെല്ലാം അവരവരുടെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ഒരു നിയമം നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പം
കമ്പനി വെറുതെ പ്രഹസനമായിട്ട് പറഞ്ഞാൽ ഇനി ഒന്നും പറ്റിയില്ല. എല്ലാം വെബ്സൈറ്റിൽ രൂപകൽപ്പന ചെയ്യണം. അതുപോലെ ആ വെബ്സൈറ്റിന്റെ വെറാസിറ്റി പരിശോധിക്കാനായിട്ട് കമ്പനി സെക്രട്ടറി സർട്ടിഫൈ ചെയ്യണം. ഇത്തരം കാര്യങ്ങളെല്ലാം നിഷ്കർഷിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഇപ്പൊ ഇതുവരെ നമ്മൾ പ്ലാൻ വിൽക്കുന്ന കമ്പനികളുണ്ടെങ്കിൽ അതെല്ലാം ഇനി നടക്കുന്ന കാര്യമല്ല. പ്ലാൻ അല്ല, പ്രോഡക്റ്റ് ആണ് വിൽക്കേണ്ടത്. പ്ലാൻ സെയിൽസ് ഇവിടെ ഒരിക്കലും അനുവദിക്കില്ല. പ്രോഡക്റ്റ് ആണ്, അതായത് സെൽ ദ പ്രോഡക്റ്റ് അല്ലെങ്കിൽ യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് റെഫർ ദ പ്രോഡക്റ്റ്, ആ ഒരു പോളിസി ആയിരിക്കും. പ്രോഡക്റ്റ് വാങ്ങി പ്രോഡക്റ്റ് നിലവാരം ആ കൺസ്യൂമർ പരിശോധിച്ച് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ റെഫർ ചെയ്യാനായിട്ട് അത് സമൂഹം അത് സ്വയം അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഒരു കറക്ഷൻ ഉണ്ടാകും. നിയമത്തിൽ അതിന് പ്രത്യേകമായ ഒരു ഗൈഡ് ലൈൻ ഇല്ലെങ്കിലും ഇനി ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അതുപോലെ തന്നെ പ്രൈസ് ഹെവി ആയിട്ടുള്ള പ്രൈസ് ഒന്നും നടക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മുടെ മെക്കാനിസത്തിൽ റെഫർ ചെയ്യാൻ പോവുകയാണ്. അതായത് നെഗറ്റീവ് ലിസ്റ്റ്. അത് ചില കമ്പനികള്, ചില പ്രോഡക്റ്റുകൾ, ചില ആക്ടിവിറ്റികൾ, ഓൺലൈൻ സർവീസ്, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയുള്ള ചില ബിസിനസ്സുകൾ, സ്പ്യൂരിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇങ്ങനെ വിൽക്കുന്ന കമ്പനികൾക്ക് ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരാനേ സാധിക്കുകയില്ല. അപ്പം അവിടെ തന്നെ പ്രോഡക്റ്റ് തന്നെ ഒരു നെഗറ്റീവ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനും നമ്മൾ സർക്കാർ ലെവലിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തുടങ്ങാമെന്നുള്ള വാചേനെ നമുക്ക് ഇനി ഈ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡയറക്ട് സെല്ലേഴ്സ് ഒരു 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ആൾക്കാർ ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം കേരളത്തിൽ. എന്നാൽ ഇപ്പൊ പലരും അറച്ചു നീക്കിയാണ്. എല്ലാ കമ്പനികളും ജെനുവിൻ ആണോ എന്ന് പലർക്കും സംശയമുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ കഴിഞ്ഞ നിയമത്തിന് മുമ്പിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് ഈ കമ്പനികൾക്ക് മുന്നോട്ട് വന്ന് നമ്മുടെ ഈ ഇൻഡസ്ട്രിയെ എഫക്റ്റീവ് ആക്കാം എന്നും കൂടി പറയുകയാണ്. കാരണം നിയമം ഇല്ലാത്ത സമയത്ത് പ്രവർത്തിച്ചപ്പോൾ പല അപര്യാപ്തികളും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് കമ്പനികൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും. അപ്പൊ ഇത് 1 മാസത്തിനുള്ളിൽ ഈ മെക്കാനിസം ഇവിടെ ഇവോൾവ് ചെയ്യും. ഇത് ഇവിടെ കേരളത്തിൽ ലോഞ്ച് ചെയ്ത ഉടൻ തന്നെ മറ്റെല്ലാ സംസ്ഥാനത്തും ഇത് രൂപം പ്രാപിക്കും. അങ്ങനെ ഇന്ത്യയിലെ ആകമാനം നമുക്ക് ഒരു പുതിയ വഴിത്താരയിലേക്ക് ഈ ബിസിനസിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ധൈര്യമായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിന് മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് യാതൊരു കാലതാമസം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുകയാണ്. എല്ലാം റെഡിയാണ്. ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സർക്കാർ ഔദ്യോഗികമായി ലോഞ്ച് ഉണ്ടാവും. അത് നിങ്ങളെ എല്ലാവരും ആ ലോഞ്ചിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും അതിൽ വന്ന് പങ്കെടുക്കുകയും നമ്മള് ഈ കേരളത്തില് ഒരു മുഖച്ഛായ മാറ്റുന്ന രീതിയിൽ, നമുക്കറിയാം തൊഴിലില്ലായ്മ വളരെ ഗൗരവമായി മുന്നോട്ട് പോകുന്ന ഈ സമയത്ത്, നമ്മുടെ ചെറുപ്പക്കാരെല്ലാം അന്യരാജ്യത്തേക്ക് ചേക്കേറുന്ന ഈ സമയത്ത് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നല്ല ബിസിനസ്, ഒരു ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് തലത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും കുറെയെങ്കിലും ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുകയും ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പൊ ഈ സാഹചര്യത്തിൽ നന്മ പോലെയുള്ള INDC പോലെയുള്ള എല്ലാ സംഘടനക്കാരോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോധവൽക്കരണം വളരെ ആവശ്യമാണ്. എല്ലാ സംഘടനകളും അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സമയത്ത് നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന ധാരാളം കമ്പനികൾ ഈ ഗ്യാപ്പിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം ഇതിന്റെ അന്വേഷണം ഒരു രീതിയിൽ രഹസ്യമായിട്ടും പരസ്യമായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ചെറിയ ഹിഡൻ മണി ചെയിനുമായിട്ട് വരുന്ന കമ്പനികളിലേക്ക് നിങ്ങൾ ചേക്കരുത്, പ്രവർത്തിക്കരുത്. അതിലേക്ക് പോകുന്ന ആപത്തായിരിക്കും. അതുകൊണ്ട് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിനെ, നമുക്കറിയാം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അറിയാം ഏത് കമ്പനിയാണ് ലെജിറ്റിമേറ്റ്. അല്ല, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആരെങ്കിലും എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ ഉടൻ തന്നെ അത് നിർത്തിക്കൊള്ളുക. ലെജിറ്റിമേറ്റ് ആയിട്ട് നല്ല പ്രോഡക്റ്റ് ഉള്ള, അതായത് കൺസ്യൂമേഴ്സിന്റെ മുമ്പിൽ ധൈര്യമായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഉള്ള കമ്പനിയിൽ മാത്രം നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതിനനുയോജ്യമായ നിയമമാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കമ്പനികൾ അതിന്റെ എൻറോൾമെന്റ് പൂർത്തീകരിച്ചതിന് ശേഷം കൺസ്യൂമർ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റിൽ പെടുന്ന കമ്പനികൾ മാത്രമായിരിക്കും ഇനി പ്രവർത്തിക്കുക. അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഏതാണ് ലെജിറ്റിമേറ്റ് കമ്പനി എന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന കൺസ്യൂമേഴ്സിനും സംശയമില്ലാത്ത രീതിയിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, കാരണം സർക്കാർ വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബിസിനസ്സിന് മാത്രം പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ INDC-ക്കാര് നന്മ ഏറ്റെടുത്തിരിക്കുന്ന ഈ ബോധവൽക്കരണ പരിപാടി മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ നിങ്ങളുടെ പ്രസിഡന്റിനെ സംബന്ധിച്ച് നോയലാണെങ്കിലും അതുപോലെ തന്നെ ചന്ദ്രശേഖർ സാർ ആണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഈ സംവിധാനത്തില് കാഴ്ചപ്പാടുകൾ പറയുകയും അതുപോലെ അതിന്റെ വളരെ സജീവമായ രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് വളരെ നല്ല സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഈ മേഖലയിൽ അദ്ദേഹം പറയും ഒരു രാഷ്ട്രീയം നോക്കാതെ കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ നന്മയ്ക്കായി, നമ്മുടെ ചെറുപ്പക്കാരുടെ ഉന്നമതിക്കായി
ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുവാനായിട്ട് കക്ഷി രാഷ്ട്രീയം മറന്ന് പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഏക വ്യക്തിയാണ് ചന്ദ്രശേഖർ സാറ്. അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ നിങ്ങൾ മറ്റെല്ലാ സംഘടനയോടും ഒരു ചേർന്ന് നിന്നുകൊണ്ട്, ഇവിടെ ഒരു സംഘടനാപരമായ ഒരു വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല, പാർട്ടിപരമായ വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഈ ഇൻഡസ്ട്രിയെ ഒന്നുകൂടെ ശക്തീകരിച്ചുകൊണ്ട് ഇത് വരാൻ പോകുന്ന ഗവൺമെന്റ് നിങ്ങൾക്കായി വെച്ച് നീട്ടുന്ന ഈ സാഹചര്യത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കേരളത്തില് ഈ മാതൃകയായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് തുടക്കമെന്ന നിലയിൽ ഈ ഒരു സമ്മേളനത്തെ ഞാൻ അതിനെ കാണുന്നു. ഇനി ഇതുപോലുള്ള സമ്മേളനങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങളുടെ ഓരോ പല കമ്പനിയിലെ ആൾക്കാരുടെ പ്രവർത്തിക്കുന്ന ഉണ്ടോ എന്ന് എനിക്കറിയാം. അവരുടെ കമ്പനിയുടെ മാനേജ്മെന്റിനോട് നിങ്ങൾ ആവശ്യപ്പെടുക. ഇതിന്റെ ബോധവൽക്കരണം, ഈ നിയമം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യത്തെ 1 മാസം നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കുന്നതിനേക്കാൾ പ്രസക്തമായി ആ നിയമമായിരിക്കും നിങ്ങൾ പറയുക. അങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള ആശങ്കകൾ മുഴുവൻ ദൂരീകരിച്ചുകൊണ്ട്, ഇപ്പോ നമുക്ക് MLM എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഇത് ചില കമ്പനികൾ കാരണം ഉണ്ടായിരിക്കുന്ന ആ ഒരു ക്ഷതം, ആ ഒരു ക്ഷീണം എല്ലാം മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പൊ നല്ല രീതിയിലുള്ള കമ്പനികളെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ നിങ്ങൾ യഥേഷ്ടം വിതരണം ചെയ്തുകൊണ്ട് ഈ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ എക്കോണമിയിൽ നമുക്കറിയാം, നമ്മുടെ കേരളം സാമ്പത്തികമായി കുറച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മേഖലയിലെല്ലാം ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ എക്കോണമിയുടെ വൈബ്രന്റ് ആയിട്ടും ഈ ഇൻഡസ്ട്രി പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും. ഇപ്പോഴുള്ള ട്രഡീഷണൽ ബിസിനസ്സുകാർ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും കവചം മറച്ചു വെച്ചുകൊണ്ട് അവരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി, ഈ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നാളിതുവരെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം വരികയാണ്. അപ്പൊ ധൈര്യമായിട്ട് ഇപ്പൊ എന്നെ കേൾക്കുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇനി ഇതുപോലുള്ള വലിയൊരു ജനസമിതി അല്ലെങ്കിൽ ജനത്തിന്റെ അംഗീകാരം വാങ്ങിക്കുവാനായിട്ട് നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഇനി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട എന്ന് ഞാൻ പറയുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് യഥേഷ്ടം മുന്നേറ്റ് പോകാൻ സാധിക്കും. ചീത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ഇവിടെ തന്നെ അത് ഉന്മൂലനം ചെയ്യാനുള്ള എല്ലാ സംവിധാനമായി കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ നോയലിനോട് പറഞ്ഞിരുന്നു എനിക്കൊരു 9 കാലിലൊക്കെ ആവുമ്പോൾ തിരിയണം. അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരു വിജയാശംസകൾ ആശംസിച്ചുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും നിങ്ങൾ സധൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ബിസിനസ് രംഗമായിട്ട് ഇതിനെ കണക്കാക്കി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.